സ്നേഹിച്ചു കൊണ്ട് നടന്ന ഒരു കലാകാരനായിരുന്നു മൈക്കൽ ജാക്സൺ. അദ്ദേഹം ഒരു പട്ടണത്തിൽ വന്നാൽ യുവാക്കന്മാർ അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അദ്ദേഹത്തെ ഒന്ന് തൊടാൻ, അദ്ദേഹം വെക്കുന്ന നൃത്ത ചുവടുകൾക്ക് ഒത്ത് ഒന്ന് ആടി പാടാൻ എത്രയോ യുവാക്കന്മാർ ഇളകി വരുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിന് 150 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഒരിക്കലുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ശാരീരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് മാറ്റിവെച്ച് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ അദ്ദേഹം എടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ ചിലവുകൾ നോക്കി അദ്ദേഹം ഭവനത്തിൽ പാർപ്പിച്ചിരുന്നു. ദിവസവും അദ്ദേഹത്തിന്റെ ആരോഗ്യം ശരിയായി ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന്റെ ചെലവിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആരാധകർ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യനായി അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ താളം നിലച്ചുപോയി. 150 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ച് പ്രതീക്ഷയോടിരുന്ന മനുഷ്യൻ 50-ാമത്തെ വയസ്സായപ്പോ ജീവിതത്തിൽ എങ്ങും എത്തിച്ചേരുവാൻ കഴിയാതെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് തകർന്ന് തരിപ്പണമായി ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. പ്രിയ വാത്സല്യ സ്നേഹിതരെ, ഇതുപോലെയുള്ള 100 കണക്കിന് വ്യക്തികളുടെ ചരിത്രം എനിക്ക് പറയുവാൻ ആഗ്രഹമുണ്ട്. ലോകത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗം നിമിത്തം ഒരു മനുഷ്യൻ ഉയർച്ചയിലേക്ക് വന്ന ചരിത്രമില്ല. പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണ ചരിത്രമേ നമുക്കറിയാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഈ രാവിലെ സമയം ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവിൽ വിശ്വസിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, യേശുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ, നിങ്ങളുടെ പരാജയങ്ങളെ മാറ്റാൻ, നിങ്ങളുടെ നിരാശകളെ മാറ്റാൻ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം തരാൻ ഈ യേശുക്രിസ്തുവിന് കഴിയും. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയും, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തുവാൻ കഴിയും, നിങ്ങളുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി തീർക്കാനായിട്ട് കഴിയും. ഇന്ന് കാണുന്ന എല്ലാ വൈഷമ്യങ്ങൾക്കും പരിഹാരം വരുത്താൻ യേശുക്രിസ്തു മതിയായവനെന്ന് എന്തുകൊണ്ട് ഈ കവരയിൽ നിന്ന് ഞങ്ങൾ ഉറക്കെ പ്രസ്താവിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഒരു കാലത്ത് ഞങ്ങൾ വിവിധ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരായിരുന്നു. ഇതുപോലെയുള്ള പല വൈഷമ്യങ്ങളിലൂടെ കടന്നുപോയവരായിരുന്നു. എന്നാൽ കരുണയുള്ള എൻ്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഈ ശരിയായ ജീവിതത്തിലേക്ക്, സമാധാനത്തിലേക്ക് കർത്താവ് കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് സന്തോഷത്തോടെ ഈ ദേശത്തോട് വിളിച്ചു പറയാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ ലോകത്തിൽ വന്നവരെല്ലാം ജീവിക്കാൻ വന്നവരാണ്, ഞാൻ ഉൾപ്പെടെ. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ എന്തുവാണെന്നറിയോ? ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായി എൻ്റെ ജീവൻ നൽകാനാണ് യേശു വന്നത് എന്ന് പറയുവാനിടയായി. ഈ ലോകത്തിൽ വന്നവരെല്ലാം അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കിയാണ് വന്നത്. എങ്ങനെ ആഡംബരത്തോടെ ജീവിക്കാം, എങ്ങനെ ഈ ഭൂമിയിൽ സമൃദ്ധിയോടെ ജീവിച്ചു പോകാൻ കഴിയും എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷെ യേശു പറഞ്ഞത്, ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ് ഞാൻ വന്നത് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തു വന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു കാൽവരിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ യേശുക്രിസ്തു തൂക്കപ്പെടുവാനിടയായി. എൻ്റെ യേശുക്രിസ്തു ഈ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ കാൽവരിയുടെ കുലമരത്തിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൂക്കപ്പെടുവാനിടയായത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ഈ രാവിലെ സമയം പ്രിയ സഹോദര, സഹോദരി, കുഞ്ഞെ, നീ എവിടെയായിരിക്കുന്നുണ്ടെങ്കിലും കർത്താവേ, എൻ്റെ പാപത്തിന് പരിഹാരം തരണേ. ഞാൻ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, വിവിധ അസമാധാനങ്ങളിലൂടെ, വിവിധ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ഇതിനൊരു മോചനം നേടാൻ കഴിയാതെ ഭാരമുള്ള വ്യക്തിയായി
ആയിരിക്കുന്നു. ഇതിനൊരു പരിഹാരം തരണമേ എന്ന് നിങ്ങൾ എവിടെ ഇരുന്ന് ഈ വാക്കുകൾ ശ്രദ്ധിച്ചാലും ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കും. നിങ്ങളുടെ നിരാശകളെ യേശു മാറ്റും. നിങ്ങളുടെ കടഭാരങ്ങൾക്ക് പരിഹാരം വരും. നിങ്ങളുടെ മക്കൾ ശരിയായ ദിശയിലേക്ക് കടന്നു വരും. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ തരും. ഈ പകൽക്കാലം ഈ വചനങ്ങൾ കേട്ട് നന്നായി ജീവിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുകയും ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത നല്ലവരായ ഈ നാട്ടുകാർക്ക് വിശേഷാൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.